ഹലോ ട്രേഡേഴ്സ്, പുതിയൊരു വീഡിയോക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഫയേഴ്സിലെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അപ്ഡേറ്റ് വന്നതിന് ശേഷം എങ്ങനെ ബൈ ചെയ്യുക, എങ്ങനെ എസ് എൽ ഒക്കെ ടാർഗറ്റ് വെക്കുക എന്നുള്ളതൊക്കെ കുറേ ആൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും കാര്യമായിട്ട് ഉള്ളൊരു വീഡിയോ ആണിത്. നമുക്ക് അങ്ങനെ ബൈ ചെയ്യാം, ഓപ്ഷൻ എങ്ങനെ ബൈ ചെയ്യാം കാര്യങ്ങളൊക്കെ ചോദിച്ചാണ് വന്നത്. കുറേ കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവർക്കുള്ളൊരു വീഡിയോ ആണിത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ, അതായത് ഫയേഴ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ ഈ കാര്യം നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, മനസ്സിലാവും. അപ്പോൾ ഇതേപോലത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ചെയിൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ അടിയിൽ നിങ്ങൾക്ക് കാണാം ഓപ്ഷൻസ് എന്ന്, അതായത് മാർക്കറ്റ്, വാച്ച് ലിസ്റ്റ്, പോർട്ട്ഫോളിയോ, ഓർഡർ, അതേപോലെ ഓപ്ഷൻസ് എന്നാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇവിടെ ഓപ്ഷൻസ് ആയിട്ട് വരും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇപ്പോൾ നിഫ്റ്റിൻ്റെ ഓപ്ഷൻസാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇപ്പോൾ നിഫ്റ്റിൻ്റെ ഓപ്ഷൻ മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ സെർച്ച് ഉണ്ട്. ഏറ്റവും ടോപ്പിൽ 24,715 എന്നുള്ളതിൻ്റെ നമ്മളെ ഈ വലത്തെ സൈഡിലായിട്ട് സെർച്ച് ബാർ കാണാം. അവിടെ സെർച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏത് ഇതാണ് വേണ്ടത് അത് സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ ഓപ്ഷൻ ചാർട്ട് ഇവിടെ വരുന്നതാണ്. ഓക്കെ, മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നിഫ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കുക. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ബൈയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യേണ്ടി. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ബൈ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വരും. ഓക്കെ, ഇവിടെ ബൈ എന്ന് കൊടുത്താൽ എന്ത് ചെയ്യും, ഇതേപോലെ വരും. ഇതേപോലെ വന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്വാണ്ടിറ്റി കൊടുക്കാം. ക്വാണ്ടിറ്റി കൊടുത്താൽ ഇപ്പോൾ 75 ക്വാണ്ടിറ്റി നമ്മൾ കൊടുത്ത്, ഇനി നമുക്ക് വേണ്ടത് മാർക്കറ്റ് ഓർഡറിലാണോ അത് ലിമിറ്റ് ഓർഡറിലാണോ വേണ്ടതെന്ന് വെച്ചിപ്പോൾ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, മാർക്കറ്റ് ഓർഡറിലാണെങ്കിൽ മാർക്കറ്റ് ഓർഡറിൽ കൊടുത്തിട്ട് നേരെ കൊടുക്കാം. അങ്ങനെ മാർക്കറ്റ് ഓർഡറിൽ കൊടുക്കണം. ടാർഗറ്റും സ്റ്റോപ്പ് വെക്കാത്ത കൊടുക്കിയത് ആരും, ടാർഗറ്റും സ്റ്റോപ്പ് വെച്ച് കൊടുക്കണതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പം ഇവിടെ അങ്ങനെ കൊടുക്കുക. അതിന് ശേഷം ഇവിടെ ഷോ അഡ്വാൻസ് എന്നുള്ളതിൽ ഉണ്ടാവില്ലേ, അവിടെ ജസ്റ്റ് ഒന്ന് കൊടുക്കുക. അവിടെ കൊടുത്തതിന് ശേഷം അടിയിൽ ടാർഗറ്റും സ്റ്റോപ്പ് പറഞ്ഞിട്ട് വരും. ഇപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്ത ടൈം ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കാത്തത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അടിയിൽ എന്ത് ചെയ്യും, ഈ ഷോ അഡ്വാൻസ് എന്ന് കൊടുത്താൽ സ്റ്റോപ്പ് ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് വരും. അവിടെ നിങ്ങൾ ടാർഗറ്റും സ്റ്റോപ്പ് സെറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ലിമിറ്റ് ഓർഡർ ഇട്ട് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇവിടെ മാർക്കറ്റിൻ്റെ തൊട്ടടുത്ത് ലിമിറ്റ് ഓർഡർ എന്നുണ്ടാവും. ആ ലിമിറ്റ് ഓർഡറിൽ എന്ത് ചെയ്യുക, എത്ര പ്രൈസ് വേണ്ടതെന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്തിട്ട് എന്നിട്ട് ഇവിടെ ഷോ അഡ്വാൻസ് എന്ന് കൊടുത്താൽ നിങ്ങൾക്കും ഇവിടെ ടാർഗറ്റും സ്റ്റോപ്പ് കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, അങ്ങനെ ചെയ്താൽ നിങ്ങൾക്കും എന്ത് ചെയ്യുക, എൻട്രിയും കാര്യങ്ങളൊക്കെ സുഖമായിട്ട് കാര്യങ്ങൾ എന്നിട്ട് ബൈ കൊടുത്താൽ കറക്റ്റ് ചെയ്ത് എന്ത് ചെയ്യും, എൻട്രിയും കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, ഇതാണ് ഇപ്പം ഇതിൽ വന്നിട്ടുള്ള അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതേപോലെ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ വരുമ്പോൾ നമുക്ക് കിട്ടിയ പ്രോഫിറ്റും കാര്യങ്ങളൊന്നും ഇതിൽ കാണിക്കുന്നില്ല. അത് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് എൻട്രി എടുത്തിട്ടുണ്ട്, പക്ഷേ പ്രോഫിറ്റാണോ ലോസാണോ അറിയുന്നില്ല, അതിങ്ങനെ ഓടുന്നുണ്ട്, പിന്നെ പ്രൈസ് പോയി നോക്കണം എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ അവർക്ക് എന്താ വെച്ചാൽ ഇവിടെ ലോക്ക് ചിഹ്നങ്ങൾ കാണാം കേട്ടോ, ഏറ്റവും ടോപ്പിൽ ലോക്ക് ചിഹ്നമായിട്ട് കാണാം. അതായത് നമ്മളെ വലത്തെ സൈഡിൽ ടോപ്പിലായിട്ട് സെർച്ച് ബാറിൻ്റെ കുറച്ച് താഴത്തായിട്ട് ലോക്ക് ചിഹ്നം ഇവിടെ കാണാം. ഓക്കെ, അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ ഇപ്പോൾ നമ്മൾ പ്രൈസ് ലോക്ക് ചെയ്താൽ ഇതേമാതിരിയൊക്കെ നിങ്ങൾ ചിലപ്പോൾ കാണുന്നത്. ഇവിടെ ഒന്ന് ടാപ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അത് ഓപ്പൺ ആവും. ഓപ്പൺ ആയത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങളുടെ എമൗണ്ടും കാര്യങ്ങളൊക്കെ അതിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കറക്റ്റ് ചെയ്ത് ഇവിടെ തന്നെ ചെയ്യാനും സുഖമാണ്. പിന്നെ ഇവിടെ നിന്ന് തന്നെ എക്സിറ്റും കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്യാം. അപ്പോൾ കുറേ എൻട്രിയും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇവിടെ നിന്നിട്ട് ടാപ്പ് ചെയ്തിട്ട് ഇവിടെ ഹാൾ എക്സിറ്റ് കൊടുത്താൽ എല്ലാ ഇതിൻ്റെ എക്സിറ്റാണ് പോകും. പിന്നെ ചാനലും കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു കുറേ ആൾക്കാർ. അതിൻ്റെ ചാനലും കാര്യങ്ങളൊക്കെ ഇവിടെ ടാപ്പ് ചെയ്താൽ ചാനൽ അതേപോലെ വെരിഫൈ ഹാൻഡിലും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, മനസ്സിലായി. അപ്പം ഫയേഴ്സ് ഇൻ്റർഫേസ് ആകെ മാറ്റിയിട്ടുണ്ട്. മാർക്കറ്റ് ആകെ ഓരോ ഫസ്റ്റ് മാർക്കറ്റ് തുറക്കുന്ന ടൈമിലുള്ള അതായത് ഫയേഴ്സിൻ്റെ ആപ്പ് തുറക്കുന്ന ലെവലിലൊക്കെ എല്ലാം മാറ്റിയിട്ടുണ്ട്. ഫുള്ള് അപ്ഡേഷൻ ചെയ്തിട്ട് എല്ലാവർക്കും മാറ്റാം. അപ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം എല്ലാവരും സംശയവും കാര്യങ്ങളൊക്കെ തീർന്നു തോന്നുന്നു. അപ്പോൾ നിങ്ങൾ ആരെയും ഫ്രണ്ട്സിനും കാര്യങ്ങൾക്കൊക്കെ അറിയാത്തവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതേപോലെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം, അതുപോലെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ കമൻറ്റും കാര്യങ്ങളൊക്കെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അറിയിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ നമ്മൾ കമൻറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരുന്നതാണ്. ഓക്കെ, അപ്പം പിന്നെ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ട്രേഡിങ്ങിൻ്റെ കോഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ട്രേഡിങ്ങിൻ്റെ കോഴ്സ് കൊടുക്കുന്നുണ്ട്. അതിന് നമ്മൾ സ്ട്രാറ്റജി, അതേപോലെ ട്രേഡ് ഐഡിയ സ്ട്രാറ്റജി, കുറേ സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് റിസ്ക് മാനേജ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് പ്രോഫിറ്റബിൾക്ക് എത്താനുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ തന്ന് നല്ല രീതിയിൽ നിങ്ങളെ പ്രോഫിറ്റബിൾ എത്തിക്കും. നിങ്ങൾ പ്രോഫിറ്റബിൾ ആവുന്നത് വരെ ഇവിടെ നമ്മൾ ക്ലാസ്സും തന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ പ്രോഫിറ്റബിൾ ആവണ വരെ നിങ്ങൾ എന്ത് ചെയ്യും, പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, നിങ്ങൾ പ്രോഫിറ്റബിൾ ആയിട്ടേ ഇവിടുന്ന് വിടുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കോഴ്സും കാര്യങ്ങളും നമ്മളോട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, നമ്മളെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ നമ്മളെ എന്ത് ചെയ്യും, ഇൻസ്റ്റൻ്റെ ചാനൽ ഇത് നിങ്ങൾക്ക് കിട്ടും, ഇൻസ്റ്റൻ്റെ ലിങ്ക് കിട്ടും. അതിൽ നിങ്ങൾക്ക് എന്താണ് മെസ്സേജ് അയച്ചാൽ എന്ത് ചെയ്യുക, നമ്മൾ കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് നമ്മുടെ കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞു തരാനും അതേപോലെ നിങ്ങൾക്ക് സംശയവും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങളൊന്നും കമൻറ്റ് ചോദിക്കുക, അല്ലെങ്കിൽ അതിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരും. നമ്മളെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും പറഞ്ഞു തരാം. ഓക്കെ, അപ്പം
ഇത്ര കാര്യങ്ങളും പറയാനുള്ളൂ. ഓക്കെ. അപ്പോൾ അതേപോലെ പ്രീമിയം ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പ്രീമിയം ഗ്രൂപ്പും ഇതിൻ്റെയും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് DM വന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ. പറഞ്ഞില്ലേ, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ കൊടുക്കാം. ഓക്കെ. അപ്പം നിങ്ങൾ വന്നാണ്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുക, ആവശ്യമുള്ളവർ ചോദിക്കുക. ഓക്കെ. അപ്പം ഇന്നത്തെ ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, ബൈ.